ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തുടർന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർമാനമായ ഭാഗത്തിലേക്ക് വരുന്നു. ഹൗ ടു റിസീവ് ദ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് എന്ന വിഷയത്തിലേക്ക് എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാം, ഇരട്ടി ഓഹരിക്കാരാകാം എന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചില കാര്യങ്ങൾ കേൾക്കുവാനിടയായി. എന്നാൽ നാം കേട്ടത്, കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയുകയില്ല. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവൻ നന്മ ചെയ്തുകൊണ്ട് ദുരാത്മാക്കളെ, ഭൂതങ്ങളെ പുറത്താക്കിയ കാര്യം നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അതിൻ്റെ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു കർത്താവ് പോലും ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധാത്മാവിനാലാണ്. യേശു പറഞ്ഞു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. യേശുവിനും ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ ആത്മാവിനെ വേണമായിരുന്നു. അതിൻ്റെ കാരണം യേശു നമുക്ക് സകലത്തിലും മാതൃക വെച്ചിട്ട് പോയി. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ മോഡൽ. കർത്താവാണ് നമ്മുടെ മാതൃക. ഈസ് എ ലീഡർ. നമ്മുടെ നേതാവ് യേശുവാണ്. യേശുവിനെ പോലെ ആകുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടാതെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയില്ല. എന്നാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി ഓഹരിക്കാരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇരട്ടി കാര്യങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൽ ദൈവനാമ മഹത്വത്തിനായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എലീശ എങ്ങനെയാണ് അഭിഷേകത്തിന് ഇരട്ടി പങ്ക് പ്രാപിച്ചത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യമാണ് നാം അതിനുവേണ്ടി വായിച്ചത്. അവർ അക്കരയ്ക്ക് കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ബഥേലിൽ നിന്ന് പുറപ്പെട്ട് ജെരിഹോവിലെത്തിയ, ജെരിഹോവിൽ നിന്നും യാത്ര തിരിച്ച് യോർദാനിലെത്തിയ എലീശയുടെ മേളിൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വന്നു. പക്ഷേ എന്തുകൊണ്ട് ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ എലീശ ചെയ്തു? 1 രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ 8 അത്ഭുതങ്ങൾ ഏലിയാവിലൂടെ ദൈവം ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഏലിയാവിൻ്റെ ഇരട്ടി അഭിഷേകം എന്ന എലീശ 16 അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകണം. എലീശയുടെ ശുശ്രൂഷ കാലഘട്ടത്തെക്കുറിച്ച് 2 രാജാക്കന്മാരിൽ നാം വായിക്കുമ്പോൾ, താൻ ജീവനോടിരുന്ന കാലത്ത് 15 അത്ഭുതങ്ങൾ ദൈവം തന്നിലൂടെ ചെയ്തു. എന്നാൽ താൻ മരിച്ചു കഴിഞ്ഞ് തന്നെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് മറ്റൊരുവനെ അടക്കം ചെയ്യുവാൻ വന്നപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഫിലിസ്ത്യർ യുദ്ധത്തിന് കടന്നു വരികയും എലീശയുടെ അസ്ഥിയിൽ തട്ടി ആ മരിച്ചവൻ എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ 16 അത്ഭുതങ്ങളും ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി എലീശ ചെയ്തു. പക്ഷേ നമുക്കറിയേണ്ടത് എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് ദൈവം എലീശയുടെ മേൽ അഭിഷേകത്തിന് ഇരട്ടി പങ്ക് പകർന്നത്? നമ്പർ 1, ഒന്നാമത്തെ കാര്യം, എലീശയെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു. കാരണം ഏലിയാവിനോട് ദൈവം പറയുന്നുണ്ട്, നീ സാഫത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ
16 വാക്യം, 16-17 വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലിൽ നിന്നുള്ള സാഫത്തിൻ്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അസയേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു 3 നിലവാരത്തിലുള്ള അഭിഷേകങ്ങൾ: കിങ്ലി അനോയിൻറ്റിങ്, രാജകീയ അഭിഷേകം; പ്രീസ്റ്റ്ലി അനോയിൻറ്റിങ്, പൗരോഹിത്യ അഭിഷേകം; പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്, പ്രവാചകനായിട്ടുള്ള അഭിഷേകം. അപ്പോൾ രാജകീയ അഭിഷേകത്തെക്കുറിച്ചും പൗരോഹിത്യ അഭിഷേകത്തെക്കുറിച്ചും പ്രവാചകനായിട്ടുള്ള അഭിഷേകത്തിൻ്റെ നിയോഗത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേൾക്കുവാനിടയായി. ഇവിടെ കർത്താവ് പറയുന്നു എലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അപ്പം ദൈവമാണ് ഏലിയാവിന് എലീശായെ അഭിഷേകം ചെയ്യാനുള്ള നിയോഗം കൊടുത്തത്. അപ്പോൾ ദൈവം കണ്ട ഒരു വ്യക്തിയായിരുന്നു എലീശ. ദൈവം കണ്ടൊരു വ്യക്തിയാണോ താങ്കൾ? ദൈവം താങ്കളെ കണ്ടിട്ടുണ്ടോ? ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നിശ്ചയമായും ഒരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ ഇടുവാൻ ദൈവം സർവശക്തനാണ്. പക്ഷേ നാം എലീശയെ ശ്രദ്ധിച്ചാൽ ദൈവം എന്തുകൊണ്ടത് എലീശയുടെ മേൽ പകർന്നു എന്ന് മനസ്സിലാക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്: യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. രാജാവായിരിക്കുന്ന യേഹുവിൻ്റെ വാളിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോകുന്നത് പെട്ടെന്നുള്ള നടക്കുന്ന കാര്യമല്ല, വെരി ഇമ്പോസിബിൾ. പക്ഷേ എലീശയെക്കുറിച്ച് ദൈവം പറയുന്നു, രാജാവായ യേഹുവിനെക്കാളും അവൻ അലേർട്ടാണ്, അവൻ ആക്റ്റീവാണ്. ദൈവം നോക്കുന്നൊരു കാര്യം അതാണ്, നമ്മുടെ ഹൃദയം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തോട് നാം കാണിക്കുന്ന ഉത്സാഹം. നാം ആക്റ്റീവാണ്, നാം അലേർട്ടാണ്. മടിയന്മാരുടെ മേളിൽ ദൈവം ഇടുന്നതല്ല അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ്റെ മേൽ എനിക്കെന്തോ പണി കിട്ടിയെന്നുള്ള ചിന്തയിൽ ചെയ്യുന്നവൻ്റെ മേൽ ഇടുന്നതല്ല ഇരട്ടി അഭിഷേകം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരുടെ മേൽ, കർത്താവിൻ്റെ വേലയെ ഉദാസീനതയോടെ കാണാതെ വളരെ ഉത്സാഹത്തോടെ ഒരു വലിയ പദവിയായി അതിനെ കാണുന്നവരുടെ മേളിൽ ദൈവം അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കിനെ പകരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എലീശയെ ശ്രദ്ധിക്കുക. അവൻ അലേർട്ടായിരുന്നു, അവൻ ആക്റ്റീവായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അവൻ ചെയ്യുന്ന ആ കാര്യത്തോട് അവൻ ഭയങ്കര ആത്മാർത്ഥതയും നീതിയും പുലർത്തിയവനാണ്. നിങ്ങളെ നിങ്ങളുടെ സഭയിലെ ദൈവദാസൻ ഏൽപ്പിച്ച കാര്യത്തിൽ, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ, നിങ്ങളെ എവിടെയാണോ, ഏത് മേഖലയിലാണോ ദൈവം നിർത്തിയിരിക്കുന്നത്, നിങ്ങളെ ആരോടൊപ്പമാണോ ദൈവം നിർത്തിയിരിക്കുന്നത്, നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നിടത്ത് നിങ്ങൾ ആക്റ്റീവാണോ, നിങ്ങൾ അലേർട്ടാണോ, നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആണോ, നിങ്ങൾ സബ്മിസീവാണോ, ഡെഫിനറ്റ്ലി ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് ദൈവം നിങ്ങളുടെ മേൽ പകരും. അഭിഷേകത്തിന് ഇരട്ടി പങ്കിന് നിങ്ങൾ ഓഹരിക്കാരാകും. എന്നാൽ ഉത്സാഹമില്ലാതെ മടി കാണിച്ച് തർക്കുത്തരം പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന ആളാണോ, അധികം നാൾ നിങ്ങൾ പോകത്തില്ല. അധികം നാൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാനും പറ്റത്തില്ല. നിങ്ങൾ കുഴഞ്ഞു പോകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. ഇവിടെ എലീശയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ആക്റ്റീവായിരുന്നു, അവൻ അലേർട്ടായിരുന്നു. 19 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ടു, സാഫത്തിൻ്റെ മകനായ എലീശായെ കണ്ടെത്തി. അപ്പം എലീശായെ അഭിഷേകം ചെയ്യണം, അവനെ പ്രവാചകനായി അനോയിൻറ്റ് ചെയ്യണമെന്ന് ഏലിയാവിന് ദൈവം നിയോഗം കൊടുത്തപ്പോൾ ഏലിയാവ് അത് അനുസരിച്ച് പുറപ്പെട്ടു. അങ്ങനെ എലീശായെ കണ്ടെത്തി. അപ്പോൾ എലീശ എന്ത് ചെയ്യുമായിരുന്നു? അവൻ 12 കാളയെ പൂട്ടി ഉഴവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. 12 പെയർ ഓക്സ്, 12 കാളയെ, 12 പെയർ ഓക്സസിനെ, കാളയെ അവൻ ഉഴവിച്ചുകൊണ്ടിരുന്നു. അതിലെ ഒരേർക്കാളെ, ഒരു പെയറിൻ്റെ കൂടെ 2 കാളകളെ അവൻ തന്നെയായിരുന്നു ഉഴവിച്ചുകൊണ്ടിരുന്നത്. ഉഴവുക അല്ലെങ്കിൽ ഉഴവിക്കുക എന്ന് പറയുന്നത് നോട്ട് ഈസി വർക്ക്, വിയർപ്പൊഴുകുന്ന ജോലിയാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോക്കിയേ, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഉത്സാഹം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിലുള്ള നമ്മുടെ തീഷ്ണത, നമ്മുടെ ഹൃദയം. ദൈവം ഒരിക്കലും നിങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങളെ നോക്കിയല്ല അവൻ്റെ ആത്മാവിനെ, അവൻ്റെ അഭിഷേകത്തെ അവൻ പകരുന്നത്.
ബാഹ്യമായി നിങ്ങളുടെ പാസ്റ്ററിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന അഭിനയം നോക്കിയല്ല, ആക്ടിങ് നോക്കിയല്ല, നിങ്ങൾ നല്ലൊരു ആക്ടറാണോ എന്ന് നോക്കിയല്ല ദൈവം തൻ്റെ അഭിഷേകത്തെ പകരുന്നത്, നിങ്ങൾ ആക്റ്റീവാണോ എന്ന് നോക്കിയ. ഒന്നുകൂടെ പറഞ്ഞാൽ, God is not looking your dresses. God is not looking your outside things. പുറമേ ഉള്ള കാര്യങ്ങളെ നോക്കിയല്ല. God is looking your heart. അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ പുറപ്പെട്ടു പോകുമ്പോൾ ശമൂവേലിനെ ദൈവം പറഞ്ഞേൽപ്പിച്ചൊരു കാര്യമുണ്ട്. പുറമേ ഉള്ളതിനെ നോക്കി നീ അഭിഷേകം ചെയ്യരുത്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ഞാൻ ഹൃദയത്തെ നോക്കുന്നവനാണ്. എലീശായുടെ മേളിൽ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് വരാനുള്ളതിൻ്റെ കാരണം ദൈവം അവൻ്റെ ഹൃദയത്തെ കണ്ടു. അതെ, ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ പാസ്റ്ററെ, പ്രിയ ദേവദാസനെ, പ്രിയ ഇവാഞ്ചലിസ്റ്റ്, ബ്രദർ, സിസ്റ്റർ, പ്രവാചകനെ, ശുശ്രൂഷകനെ, ഒരു സഭയിൽ ഒരു പാസ്റ്റർ കൂടെ നിൽക്കുന്ന വോളണ്ടിയർ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ നോക്കിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്നത്. നിങ്ങളുടെ ആ വിശ്വസ്തത, നിങ്ങളുടെ സഭയോട് നിങ്ങൾ ഏൽപ്പിച്ച ശുശ്രൂഷയോടുള്ള നിങ്ങളുടെ ആ കൂർ, ആ ലോയലിറ്റി, ആ ആത്മാർത്ഥത ദൈവം എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. ദൈവം ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ നാം ഫെയ്ത്ത്ഫുള്ളായിരുന്നാൽ അധിക കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ചെറിയ കാര്യത്തിൽ മടി കാണിച്ച്, മടുപ്പ് കാണിച്ച് പുറകോട്ട് പോയാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പുറകോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. മുൻപോട്ടോടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയെ ലാക്കാക്കി ഓടുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എലീശയെ നോക്കുക, അവൻ 12 ഏർക്കാളയെ ഉഴവിക്കുവാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു. അതിലെ ഒരു ഏർക്കാളയുടെ കൂടെ അവൻ തന്നെയായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവൻ വളരെ ഉത്സാഹിയായിരുന്നു, അവൻ ആക്റ്റീവായിരുന്നു, അവൻ അലേർട്ടായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുള്ളായിരുന്നു. അപ്പോൾ തന്നെ അവൻ ശക്തമായി അവനെ ഏൽപ്പിച്ച കാര്യത്തിൽ അവൻ ഉത്സാഹമുള്ളവനായിരുന്നു. ഈ സമയത്ത് ഏലിയാവ് അവൻ്റെ അരികെ ചെന്നു തൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടു. ഏലിയാവിൻ്റെ മേൽ കിടന്ന പുതപ്പ് അവൻ എലീശായുടെ മേളിലേക്ക് ഇട്ടു. ഒരു കവറിങ് അവന് കൊടുത്തു. ഞാൻ പറയട്ടെ, അതൊരു സ്പിരിച്വൽ കവറിങ് ആണ്. അതൊരു ദൈവികമായ മാൻറ്റിലാണ്, ഒരു കവറിങ് ആണ്. സഹോദരങ്ങളെ, എപ്പോഴും ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് നമ്മുടെ മേലിലേക്ക് കടന്നു വരുവാൻ ദൈവം ചില വ്യക്തികളെ അതിനായിട്ട് നിയോഗിക്കും. ഓടി നടക്കുന്നത് കൊണ്ട് കിട്ടുന്നതല്ലത്. അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ പല സഭകൾ ചാടി അങ്ങനെ പോകുന്നത് കൊണ്ട് കിട്ടുന്നത് അല്ല അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക്. പലയിടത്ത് ഓടി നടക്കുന്നത് കൊണ്ട് കിട്ടുന്നതുമല്ല. ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം ഒരു ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ ഒരു ശമൂവേലിനെ നിയോഗിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ഒപ്പം നിന്ന, യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരുടെ മേലുള്ള അഭിഷേകം കടന്നു വന്നു. ഏലിയാവിൻ്റെ ഒപ്പം നിന്ന ഏലീശായുടെ മേളില അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വന്നു. പൗലോസിൻ്റെ മരണം വരെയും ഒപ്പം നിന്ന തിമോത്തിയോസിൻ്റെ മേളിലാണ് പൗലോസിൻ്റെ മേലുള്ള കൃപാവരങ്ങൾ ഇമ്പാർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ചിന്ത, നമ്മുടെയൊക്കെ വിചാരം അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒന്നാണ് ഇരട്ടിപ്പങ്കെന്ന. അല്ല, അങ്ങനെയല്ല. നിങ്ങളെ ദൈവം ഒരു അഭിഷിക്തൻ്റെ കൂടെ നിർത്തിയെങ്കിൽ, ദൈവം നിങ്ങളെ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ നിർത്തിയെങ്കിൽ, ആ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്ന ആ അഭിഷിക്തനോടൊപ്പം നിങ്ങൾ വിശ്വസ്തനായി നിന്നാൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ വരും. അതാണ് ഇന്നുവരെയും സംഭവിച്ചിട്ടുള്ളതും മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ കാണുന്ന യാഥാർത്ഥ്യം. ഞാനൊരിക്കൽ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനെ കണ്ടുമുട്ടിയപ്പോൾ, ഈസ് ക്യാരിങ് ഓസം അനോയിൻറ്റിങ്, അതിശക്തമേറിയ ഒരു അഭിഷേകം അദ്ദേഹം ക്യാരി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈസ് എ വെരി ഗുഡ് പ്രോഫറ്റ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ പ്രൊഫറ്റിനോട്, ആ പ്രവാചകനോട്, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ല സത്യത്തിൽ, അത്ര ശക്തനാണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആ ദേവദാസനോട് ചോദിച്ചു, മാൻ ഓഫ് ഗോഡ്, ഐ നീഡ് ദിസ് അനോയിൻറ്റിങ്, യുവർ അനോയിൻറ്റിങ്, ദിസ് കൈൻഡ് ഓഫ് അനോയിൻറ്റിങ്, ഐ നീഡ് ദ പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്. പെട്ടെന്ന് ആ ദേവദാസൻ ചിരിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ,
ഞാൻ നിങ്ങളുടെ മേളിൽ കൈവച്ചതുകൊണ്ട് പെട്ടെന്നൊന്നും നിങ്ങൾ പ്രവാചകനൊന്നും ആകത്തില്ല. ഞാൻ നിങ്ങളുടെ മേളിൽ കൈവച്ചതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ സ്പിരിച്വൽ സണ്ണായി, എൻ്റെ ഒരു ആത്മീയ പുത്രനായി എന്നോടൊപ്പം നിന്നാൽ ഇതിൻ്റെ ഇമ്പാർട്ടേഷൻ നടക്കും. ഒരിക്കലും അഭിഷേകത്തിൻ്റെ കൈമാറ്റം അല്ലെങ്കിൽ ആ ഇമ്പാർട്ടേഷൻ നടക്കുന്നത് പെട്ടെന്ന് കൈവച്ചാൽ നമ്മളിലൊരു അനുഭവം ഉണ്ടാകും, നല്ലതാണ്. നമ്മളിലുള്ള ആ നന്മയൊന്ന് ജ്വലിക്കും, നമുക്കൊരു അനുഭവം ഉണ്ടാകും, ഒരു പകർച്ച നടക്കും. പക്ഷേ അതേ നിലവാരത്തിലുള്ളൊരു ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ റിലേഷൻഷിപ്പിലൂടെ കഴിയത്തും. ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു, ഞാനും നീയും തമ്മിൽ ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഒരു ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഇമ്പാർട്ടേഷൻ വളരെ വേഗത്തിൽ നടക്കും. ഏലിയാവിനോടൊപ്പം ആ ബന്ധം പുലർത്തി നിന്ന ഏലിയാവ് പലപ്പോഴും എലീശയെ പലയിടത്തുനിന്നും അവോയ്ഡ് ചെയ്യാൻ നോക്കി. നീ ഇവിടെ ഗിൽഗാലിൽ നിന്നോ, പക്ഷേ എലീശ പറഞ്ഞു, യജമാനനാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ ഒപ്പം നിന്ന എലീശായുടെ മേലാണ് അഭിഷേകത്തിൻ്റെ പകർച്ച കടന്നു വന്നത്. പൗലോസിൻ്റെ ഒപ്പം അവസാനം വരെയും തൻ്റെ മരണം വരെയും കൂടെ നിന്ന തിമോത്തിയോസിൻ്റെ മേലാണ് ആ ശുശ്രൂഷയുടെ പകർച്ച കടന്നു വന്നത്. യേശുവിനോടൊപ്പം കൂടെ നിന്ന, യേശുവിൻ്റെ ആ ക്രൂശ് മരണത്തിലും തൻ്റെ ഒപ്പം നിന്ന, അല്ലെങ്കിൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്ന നാഴികയിലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മേലിലാണ് അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് കടന്നു വന്നത്. സഹോദരങ്ങളെ, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിംഗ് നമ്മിലേക്ക് വരുന്നത് പ്രധാനമായും റിലേഷൻഷിപ്പിലൂടെയാണ്, ബന്ധത്തിലൂടെ. ദൈവം നിങ്ങളെ ഒരു സഭയിലാക്കിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹീതനായ ഒരു അഭിഷിക്തൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ അവിടെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. നിങ്ങൾ ആ അഭിഷേകത്തിന്, ആ വിഷന് സബ്മിസീവ് ആയിരിക്കുക. ഡെഫിനറ്റ്ലി, നിശ്ചയമായും അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ കടന്നു വരും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും തത്വം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സത്യം അതാണ്. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. കാരണം ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തത് ദൈവത്തിൻ്റെ വചനമാണ്. നോക്കിയേ, ഏലിയാവിൻ്റെ പുതപ്പ് അവൻ എലീശയുടെ മേലിട്ടു. ആ പുതപ്പ് എലീശയുടെ മേലിട്ടത് ഒരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിൻ്റെ ഇമ്പാർട്ടേഷൻ അല്ലായിരുന്നു, അവിടെ ഒരു സ്പിരിച്വൽ കവറിങ് ആയിരുന്നു. മസ്റ്റ് വി നീഡ് എ സ്പിരിച്വൽ കവറിങ്. ആ ദൈവികമായ ഒരു കവറിങ്, ഒരു സ്പിരിച്വൽ കവറിങ് നമുക്ക് ആവശ്യമാണ്. നാം ഒരു ദൈവസഭയിലായിരിക്കുമ്പോൾ, നാം ഒരു ദർശനത്തിലായിരിക്കുമ്പോൾ, നാം ഒരു അഭിഷിക്തനോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം പകരുന്ന ഒരു കവറിങ് ഉണ്ട്. അത് നമുക്ക് വളരെ സുരക്ഷിതത്വമുള്ളതാണ്. ആ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് വേണം കർത്താവിൻ്റെ വേല ചെയ്യാൻ. വി ആർ നോട്ട് എ സ്പിരിച്വൽ ഓഫൻസ്. നമ്മളാരും ഒരു ആത്മീയ അനാഥരല്ല. നിങ്ങളൊരു ആത്മീയ അനാഥനായി നടക്കരുത്. നിങ്ങൾക്ക് ഒരു ദൈവസഭ വേണം. നിങ്ങൾക്കൊരു ആത്മീയ പിതാവ് ഉണ്ടാകണം നിങ്ങൾക്ക് മീതെ. നിങ്ങളെ മെൻറ്റർ ചെയ്യുവാൻ, നിങ്ങളെ തിരുത്തി ഉപദേശിക്കുവാൻ നിങ്ങൾക്ക് മീതെ വ്യക്തികൾ ഉണ്ടാകണം. നിങ്ങളൊരു സ്പിരിച്വൽ ഓഫണായി നടന്ന് നിങ്ങളെല്ലാമാണ്, ഞാൻ എല്ലാമാണ്, എന്നേക്കാൾ വലിയവനായിട്ട് ആരും ഈ ലോകത്തിലില്ല എന്ന ചിന്തയോടെ നടന്നാൽ നിങ്ങൾ അപകടകരമായ ഒരു യാത്രയിലാണ്. തീർച്ചയായിട്ടും സഹോദരങ്ങളെ, ആ സ്പിരിച്വൽ കവറിങ് നിൽക്കുന്നവർ ആ സുരക്ഷിത സ്ഥാനത്താണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. എന്താ അതിൻ്റെ അർത്ഥം? മതിലെന്ന് പറയുന്നൊരു കവറിങ്ങാണ്, അതൊരു സുരക്ഷിതത്വം തരുന്ന മേഖലയാണ്. അത് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. നിശ്ചയമായിട്ടും ഇന്ന് ആത്മീയ ശുശ്രൂഷയിൽ പലരെയും ഈ പാമ്പ് കടിച്ചത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചത്, അവർ പാപത്തിൽ വീണത്, അവരിൽ തിന്മകൾ ഉണ്ടായത്, അവരെ നയിക്കുവാൻ ആരുമില്ലാത്ത കാരണം കൊണ്ടാണ്, അവരെ തിരുത്തുവാൻ ആരുമില്ലാത്ത കാരണം കൊണ്ടാണ്. മസ്റ്റ് വി നീഡ് ദ സ്പിരിച്വൽ കവറിങ് ആൻഡ് ദ സ്പിരിച്വൽ ഫാദർ. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് അതിനുള്ള നിയോഗങ്ങൾ നൽകട്ടെ. ഇവിടെ നോക്കുക, ആ കവറിങ്, ഏലിയാവിൻ്റെ കവറിങ് അവൻ എലീശയുടെ മേൽ കൊടുത്തു. 20-ാമത്തെ വാക്യം നോക്കി, അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ആരുടെ കവറിങ് ആണോ അവൻ്റെ മേലിട്ടത്, ആരിലൂടെയാണോ അവനെ ശുശ്രൂഷയിലേക്ക് ദൈവം നിയോഗിച്ചത്, അവൻ്റെ പിന്നാലെ അവൻ ഓടി. കാണുന്നവരുടെ എല്ലാം പുറകിൽ ഓടുകയല്ല, കണ്ടവരുടെ എല്ലാം പുറകിൽ ഓടുകയല്ല. ഏത് കവറിങ്ങിലാണോ നീ നിൽക്കുന്നത്, ഏത് വിഷനകത്താണോ ദൈവം നിങ്ങളെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്, അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഓടുക. അതിൽ മാത്രമേ നിങ്ങൾക്ക് ജയമുണ്ടാകത്തുള്ളൂ, അതിലൂടെ മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളെന്നാണ് ദൈവവചനം പറയുന്നത്. സഹോദരങ്ങളെ, ഏലിയാവിൻ്റെ പിന്നാലെ എലീശ ഓടി. എലീശ പറഞ്ഞൊരു വാക്ക് കേൾക്കണം, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ പിന്നാലെ വരാം. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടൊരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്
എലീഷയുടെ മേൽ വന്നു. നമ്പർ 1 ഈസ് വെരി ആക്റ്റീവ്. നമ്പർ 2 ഈസ് അലേർട്ട്. നമ്പർ 3 ഈസ് വെരി 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 ഫെയ്ത്ത്ഫുൾ. നമ്പർ 4 ഈസ് സബ്മിസീവ്. അവൻ വിധേയപ്പെടുന്നവനായിരുന്നു. നോക്കി, അവനൊരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ക്വാളിറ്റി അവനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ. അപ്പം അപ്പനോടും അമ്മയോടും വീടിനോടുമൊക്കെ വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ളവനായിരുന്നു. അവൻ്റെ വീട്ടിൽ അവനൊരു ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ളവനായിരുന്നു അവൻ. അപ്പനെയും അമ്മയൊക്കെ സ്നേഹിക്കുന്നവനായിരുന്നു. അപ്പനെയും അമ്മയെ സ്നേഹിക്കാതെ സഹോദരങ്ങളോട് പിണങ്ങിയും വീട്ടിൽ വഴക്കുണ്ടാക്കിയും നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെയും അപ്പനെയും അമ്മയെ നോക്കാതെയും ഒക്കെ ഇരിക്കുന്ന നിങ്ങൾ ഈ അഭിഷേകമെന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്കറിയാം. അതെന്തോ ആകട്ടെ, ഞാൻ നിങ്ങളെ വിധിക്കാൻ ആരുമല്ല. പക്ഷേ യഥാർത്ഥമായും നല്ല ആത്മാവാണ് നിങ്ങളുള്ളെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളുള്ളെങ്കിൽ, ആ ആത്മാവിൻ്റെ ഫലവും നിങ്ങളുണ്ടാകും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്നേഹം. അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ കഴിയുക, വീട്ടുകാരെ സ്നേഹിക്കാൻ കഴിയുക, എല്ലാവരെയും കരുതാൻ കഴിയുക, എല്ലാവരെയും ബഹുമാനിക്കാൻ കഴിയുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണാൻ കഴിയുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എലീഷ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചോളൂ. അപ്പം അവൻ്റെ പേരൻസുമായിട്ട് അവൻ നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അവൻ്റെ വീടുമായിട്ട് അവന് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവന് നല്ല കുറച്ച് ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, വെറുതെ ഒന്നും അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നമ്മുടെ മേൽ വരത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റികൾ നമ്മിൽ ഉണ്ടാകണം. എന്നാൽ ഏലിയാവ് അവിടെ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേൾക്കണം. അതിന് ഏലിയാവ് പറയുകയാണ്, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. ഏലിയാവ് എലീഷയോട് പറയുന്നു, നീ പൊയ്ക്കോ, ഐ നെവർ കൺട്രോൾ യു. അതൊരു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഒരു പാസ്റ്ററിന്, ഒരു അഭിഷിക്തന്, ഒരു പ്രവാചകന് ദൈവം അഭിഷേകം ചെയ്ത ഒരാൾക്ക് ഈ ക്വാളിറ്റി വേണം. പോയി വരിക, ഐ നെവർ കൺട്രോൾ യു. നമ്മൾ ആരെയും കൺട്രോൾ ചെയ്യരുത്. എല്ലാവരെയും കൺട്രോൾ ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റാണ്. ഞാൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഐ നെവർ കൺട്രോൾ എനി വൺ. ബട്ട് ഞാൻ ആരെയും കൺട്രോൾ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ കെയർ ചെയ്യും, ഞാൻ കറക്റ്റ് ചെയ്യും, ഞാൻ ഉപദേശിക്കും, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യണം, മോനെ അങ്ങോട്ട് പോകണ്ട, അത് തെറ്റാ, മക്കളെ ഇത് നല്ലതാണെന്ന് തോന്നുന്നില്ല, പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല, അങ്ങനെ ചെയ്താൽ നിനക്ക് ഇങ്ങനൊരു അബദ്ധം ഉണ്ടാവും. ഞാൻ കറക്റ്റ് ചെയ്യും, ഞാൻ കെയർ ചെയ്യും. ബട്ട് ഐ നെവർ കൺട്രോൾ എനി വൺ. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് പാസ്റ്ററല്ല, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ഉപദേശിയല്ല, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് മനുഷ്യനല്ല, നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ വേണം നാം ജീവിക്കുക. ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യത്തില്ല, ഐ നെവർ കൺട്രോൾ ചെയ്യും, നീ പൊയ്ക്കോ, നീ പോയി വരിക. പക്ഷേ അതിനകത്തൊരു കാര്യം ഏലിയാവ് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഉപദേശം ഞാൻ പറയാം. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നതെന്ന് നീ ഓർക്കണം. നിൻ്റെ അപ്പനോ നിൻ്റെ അമ്മയ്ക്കോ നിൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും തരാൻ കഴിയാത്ത ഒന്നാണ് ഞാൻ നിനക്ക് തന്നത്, സ്പിരിച്വൽ കവറിങ്. ഈ അഭിഷേകത്തിൻ്റെ കവറിങ്, ഈ ദൈവസ്നേഹത്തിൻ്റെ കവറിങ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിന്നെ നയിക്കുവാനുള്ള ഒരു കവറിങ് ഞാൻ നിനക്ക് തന്നു. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നീ ഓർക്കുക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെ അവനെ വിട്ട് ചെന്ന് ഒരേർ കാളെ പിടിച്ചറുത്ത് ആ കാളയുടെ മരക്കൊപ്പ് കൊണ്ട് മാംസം പാചകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്നു, അവന് ശുശ്രൂഷകനായി തീർന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ദ ലോർഡ്. എലീഷ അവൻ കാളയെ വിടുക മാത്രമല്ല ചെയ്തേ, അതിനെ പിടിച്ചറുത്ത് അതിൻ്റെ മരക്കോപ്പ് കൊണ്ട് മാംസം പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഇനി അവന് തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. പഴയതിനെ മുഴുവൻ അവൻ കത്തിച്ചു കളഞ്ഞു, പഴയതിനെ മുഴുവൻ ഇല്ലാതെയാക്കി. നോക്കുക, അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ വരണമെങ്കിൽ പഴയതിനെ കത്തിച്ചു കളയണം. പഴയതിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ സ്വഭാവത്തെ, പഴയ തിന്മയെ, പാപസ്വഭാവത്തെ, പാപചിന്തയെ നിങ്ങൾ ആ മദ്യപാനത്തെ ഉപേക്ഷിക്കുക, നിങ്ങൾ ആ പാപജീവിതത്തെ ഉപേക്ഷിക്കുക, നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നതിനെ മുഴുവൻ ഉപേക്ഷിക്കുക, കരിച്ചു കളയുക, കത്തിച്ചു കളയുക, അതിനെ ഇല്ലാതെയാക്കുക. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പഴയതൊന്നും കാണരുത്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞ് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയെ ലാക്കാക്കി ഓടണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായി. വിടുക, പഴയതിനെ ഉപേക്ഷിക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ട സ്ഥിരതയോടെ ഓടുമ്പോൾ സകല പാപവും മുറുവം വിടുക. ലേ അസൈഡ്,
അതിനെ വിട്ട് നിങ്ങൾ ഓടാൻ തയ്യാറാകുക. അതിനെ വിടാതെ, കളയേണ്ടതിനെ കളയാതെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാതെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിങ്ങളുടെ മേൽ വരില്ല. ചിലതിനെ വിട്ടെറിഞ്ഞാൽ, ഉപേക്ഷിച്ചാൽ, കർത്താവിനെ നോക്കിയാൽ, നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്പിരിച്വൽ കവറിങ്ങിൽ നിന്ന് ദൈവാത്മാവിനോട് ദാഹത്തിൽ മുൻപോട്ട് പോയാൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കിന് നിങ്ങൾ ഓഹരിക്കാരാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, അഭിഷേകത്തിൻ്റെ ഒരു ഇരട്ടി പങ്കിനെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ. ഈ ദിവസങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ നിന്റെ ആത്മാവിൽ നിറയ്ക്കണം. ഇപ്പോൾ ആരൊക്കെ ഈ പ്രോഗ്രാം കാണുന്നു, ഹോളി ഗോസ്റ്റ് ടച്ച് ദം റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. അത്ഭുത സൗഖ്യങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ. വിടുതൽ അവർക്ക് ലഭിക്കട്ടെ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen. Pastor Tinu George, ministering in London, UK. 28th October, 2 p.m. to 9 p.m. and on 29th October from 3 p.m. to 9 p.m. At Rehoboth Worship Center, New Mont Street School 21, Stratford, London, E153PA. Glory to God.